ചിൽഡ്രൻ, ഇനി നമുക്ക് എക്സസൈസ് 11.4 തേർഡ് ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്കുക, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് whose base area is 180 cm² and volume is 900 cm3. വോളിയം 900 cm3 എന്നും തന്നിട്ടുണ്ട്, ബേസ് ഏരിയ 180 cm² എന്നും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ വോളിയം അതായത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മൾ സിലിണ്ടർ ക്യൂബോയിഡ് ആണ് അല്ലേ, വോളിയം ഓഫ് ക്യൂബോയിഡ് LBH, L ഇൻറ്റു B ഇൻറ്റു H. അതുകൂടാതെ വേറൊരു ഫോമിലയും കൂടി എഴുതി വെച്ചിട്ടുണ്ട് വോളിയം കാണാൻ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. L ഇൻറ്റു B എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ആണ്. ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് വോളിയം കാണാൻ വേണ്ടിയിട്ട്. വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നോക്കിയേ, ഈ മൂന്നെണ്ണത്തിൽ വോളിയം ഉണ്ട്, ബേസ് ഏരിയ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ വോളിയം തന്നിട്ടുണ്ട്, ബേസ് ഏരിയയും തന്നിട്ടുണ്ട്, ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ? ഈ ഹൈറ്റ് കാണണമെങ്കിൽ ഈ ബേസ് ഏരിയ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വോളിയം ഡിവൈഡഡ് ബൈ ബേസ് ഏരിയ എന്നല്ലേ വരിക. ഹൈറ്റ് ഇസ് ഈക്വൽ ടു വോളിയം, ഇതിങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ബേസ് ഏരിയ വരും. അപ്പോൾ ഈ ഫോമുലയിൽ നിന്നാണ് ഹൈറ്റ് കാണാനുള്ള ഈ ഫോമുല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് ഇതാണ്, വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതിൽ നിന്ന് ഹൈറ്റ് ഒരു സൈഡിൽ നിർത്തി ബേസ് ഏരിയ അപ്പുറത്തേക്ക് പോകുമ്പോൾ വോളിയം ഡിവൈഡഡ് ബൈ ബേസ് ഏരിയ ആവും. അപ്പോൾ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വോളിയവും ബേസ് ഏരിയയും തന്നിട്ടുണ്ടെങ്കിൽ വോളിയത്തിനെ ബേസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വോളിയം എത്രയാണ്? വോളിയം ഇസ് ഈക്വൽ ടു എത്രയാണെന്നുള്ളത് 900 cm3. ബേസ് ഏരിയ എത്ര എന്നുള്ളത് 180 cm². ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. വോളിയം 900 cm3, ബേസ് ഏരിയ 180 cm². അപ്പോൾ വോളിയത്തിന് പകരം 900 ഡിവൈഡഡ് ബൈ 180 ദാറ്റ് ഈസ് ഈക്വൽ ടു, കട്ട് ചെയ്യാം, ഈ 0 കട്ട് ചെയ്ത് പോയി. ഇനി 9 കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. 18ൽ 9 2 ടൈംസ് പോവും, 90ൽ 9 1 0 10 ടൈംസ് പോവും. ഇനി വീണ്ടും കട്ട് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്യുക, 2ഉം 10ഉം കട്ട് ചെയ്താൽ 5 ടൈംസ്. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 5. ഇതൊക്കെ സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 5 cm ആണ് ആ ക്യൂബോയിഡിൻ്റെ ഹൈറ്റ്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5 cm. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്യൂബോയിഡ് ഈസ് ഓഫ് ഡയമെൻഷൻ 60 cm ഇൻറ്റു 54 cm ഇൻറ്റു 30 cm. അതായത് ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻ ഇതാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ക്യൂബോയിഡിൻ്റെ LBH ആണ് ഈ തന്നിരിക്കുന്നത്. ക്യൂബോയിഡിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു ആക്കി തന്നിരിക്കുന്ന ഈ അളവുകൾ Lഉം Bയും Hഉം ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഹൗ മെനി സ്മോൾ ക്യൂബ് വിത്ത് സൈഡ് 6 cm ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദ ഗിവൺ ക്യൂബോയിഡ്? ക്യൂബിൽ ഒരു അളവ് മാത്രം മതി, എല്ലാ സൈഡും 6 തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ സ്മോൾ ക്യൂബുകൾ 6 cm സൈഡുള്ള സ്മോൾ ക്യൂബുകൾ എത്ര എണ്ണം ഈ ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാം, അടക്കി വെക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം, അതല്ല അതിൻ്റെ വോളിയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ സ്മോൾ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഈ സ്മോൾ ക്യൂബിന് ഒരെണ്ണത്തിന് ഇരിക്കാൻ എത്ര സ്ഥലം ആവശ്യമുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പം ടോട്ടൽ ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 1000 cm3 സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു. ആൻസർ അല്ല ഞാൻ പറയണത്, ടോട്ടൽ ഞങ്ങൾക്ക് എളുപ്പത്തിലൊരു നമ്പർ ഉദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ക്യൂബോയിഡിൽ 1000 cm3 സ്പേസ് ഉണ്ട്. നമ്മൾ ചെറിയ ക്യൂബിൻ്റെ അളവ് ഒരു ക്യൂബ് 10 ഉണ്ടെന്ന് വിചാരിച്ചു. 10 cm3 ഉണ്ട്, അത് ഒരു ക്യൂബിന് ഇരിക്കാൻ ആവശ്യമായ സ്ഥലം, വോളിയം. അപ്പോൾ നമ്മൾ ഈ 1000 സ്ഥലം ഉണ്ട് അവിടെ, ഒരെണ്ണത്തിന് 10 ഉള്ളൂ. അപ്പോൾ ആ 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 100 ക്യൂബ് അതിൻ്റെ ഉള്ളിൽ അടക്കി വയ്ക്കാം. ആ ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ 100 ചെറിയ ചെറിയ ക്യൂബുകൾ അടക്കി വയ്ക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയത്തിനെ ഒരു ക്യൂബിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണം അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നു മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ കണ്ട് വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ക്യൂബോയിഡ്, അത് LBH എന്ന് വേറെ എഴുതണ്ട, ഇങ്ങനെ ഇൻറ്റു തന്നുകൊണ്ട് അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. LBH ആണ് ഫോമുല. അപ്പോൾ 60 × 54 × 30 ഈക്വൽ ടു
എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമുക്ക് ഈ 2 സീറോ വിടാം. ഈ 2 സീറോനെ ഒഴിവാക്കിയിട്ട് 6 × 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 18 കിട്ടുക. 2 സീറോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, അത് ഓർക്കണം. 6 × 3 എന്ന് പറഞ്ഞാൽ 18 കിട്ടുക. 18 54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 54 × 18 അപ്പോൾ എത്ര കിട്ടുക? 8 × 4 32, റിമൈൻഡർ 3, 40 + 3 43. ഇത് 4 5 2 7 9 972 എന്ന് കിട്ടി. എന്ത്? 6ഉം 54ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. ഇനി 2 സീറോയും കൂടി ചേർക്കണം. ഇതിൻ്റെ കൂടെ 2 സീറോയും കൂടി ചേർത്തു. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ ക്യൂബോയിഡിൻ്റെ വോളിയം. ക്യൂബോയിഡിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഇത്രയുണ്ട്. ഇനി നമുക്ക് ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് 1 ക്യൂബ് ഒരു ക്യൂബിൻ്റെ വോളിയം. ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോമുല L² ആണ്. L എത്ര ഇവിടെ തന്നിട്ടുള്ളത്? L = 6 സെൻറ്റിമീറ്റർ. L = 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ട് L 6 സെൻറ്റിമീറ്റർ എന്നാണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ സോറി, L² അല്ല, L3. L × L × L, ഇതും Lഉം ഇത് Bയും Hഉം ഒക്കെ L ആണ്. അപ്പോൾ L × L × L എന്ന് പറഞ്ഞാൽ L³ ആണ് വോളിയം. അപ്പോൾ 6 × 6 × 6 ഈക്വൽ ടു എത്ര കിട്ടുക? 6 × 6 × 6 6 × 6 36. 36 × 6 എത്ര കിട്ടുക? 36 × 6. 6³ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 216 വരിക. 36, റിമൈൻഡർ 3, 18 + 3 21, 216 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത്? ഒരു ക്യൂബിൻ്റെ വോളിയം. ഒരു ക്യൂബിന് ഇരിക്കണമെങ്കിൽ ഇത്ര സ്ഥലം വേണം. ആ ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ ഇത്ര സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ ഇതുപോലത്തെ എത്ര ക്യൂബ് അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നു നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് സ്മോൾ ക്യൂബ് ദാറ്റ് ക്യാൻ ബി പ്ലേസ് ഇൻ ക്യൂബോയിഡ്. ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ എത്ര സ്മോൾ ക്യൂബ് പ്ലേസ് ചെയ്യാം? അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് 1 ക്യൂബ്. വോളിയം ഓഫ് ക്യൂബോയിഡ് നമുക്ക് എത്ര കിട്ടിയിട്ടത്? 97,200 ഡിവൈഡഡ് ബൈ ഇത് എത്ര കിട്ടിയിട്ടുള്ളത്? 216. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയത്തിനെ ഒരു ക്യൂബിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? വേണമെങ്കിൽ 2 കൊണ്ട് വെട്ടി ചെറുതാക്കി വേണ്ട, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യായിരിക്കും അതിനേക്കാൾ എളുപ്പം. 97200 260 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 4 ടൈംസ് 4 × 6 24 24 4 6 4 × 2 8. അപ്പോൾ എത്ര കിട്ടും ഇവിടെ? 801. ഇനി അടുത്ത 0 ഇറക്കി എഴുതിയാൽ ഇത് 5 ടൈംസ് പോവും. 5 × 6 0 30. 5 + 3 8. 5 + 20. അപ്പോൾ കറക്റ്റായി. ഇനി ഒരു 0 കൂടി ഉണ്ട്. ഒരു 0യെ നമ്മളിവിടെ ഇറക്കി എഴുതിയിട്ടുള്ളൂ. ഇനി ഒരു 0യും കൂടി ഉണ്ട്. അത് ഇപ്പോൾ 0 എന്ന് ഇറക്കി എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കും. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 450. അപ്പോൾ ഈ നമ്പറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 450. ഈ 450 എന്താണ്? നമ്പർ ഓഫ് സ്മോൾ ക്യൂബ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദ ക്യൂബോയിഡ്. ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ എത്ര സ്മോൾ ക്യൂബ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ആ ക്യൂബോയിഡിൻ്റെ ഉള്ളിൽ 6 സെൻറ്റിമീറ്റർ സൈഡുള്ള 450 സ്മോൾ ക്യൂബ് കൊള്ളും. സ്മോൾ ക്യൂബ്സ്, അതായത് 450 സ്മോൾ ക്യൂബ്സ്, 450 സ്മോൾ ക്യൂബ്സ് ആണ് കൊള്ളുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the height of the cylinder whose volume is 1.54 meter cube and diameter of the base is 140 centimeter. അതായത് വോളിയം തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, വോളിയം തന്നിട്ടുണ്ട്, ബേസ് ഏരിയയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയത്തിനെ ബേസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹൈറ്റ് കിട്ടും. ഇവിടെ ഈ ഹൈറ്റ് തന്നെയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ ബേസ് ഏരിയ തന്നിട്ടില്ല. വേണമെങ്കിൽ ബേസ് ഏരിയ കണ്ടിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലാണ്ട് വോളിയത്തിൽ നിന്ന് നേരിട്ടും ചെയ്യാം. നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഹൂസ് വോളിയം എത്രയെന്നുള്ള 1.54 മീറ്റർ ക്യൂബ്. ഇത് സെൻറ്റിമീറ്റർ. ഇത് മീറ്ററിലാണ്, ഇത് സെൻറ്റിമീറ്ററിലാണ്. നമ്മൾ ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 2 യൂണിറ്റിലാക്കി ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ മീറ്ററിലേക്ക് ആക്കണം, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ആക്കി മാറ്റിയിട്ടേ കാൽക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് എഴുതാം. ഡയമീറ്റർ ആണ് തന്നുള്ളത്. ഡയമീറ്റർ ഈക്വൽ ടു 140 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 1 ആണ്. അപ്പോൾ റേഡിയസ് എത്ര കിട്ടുക? റേഡിയസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടുക? 70 സെൻറ്റിമീറ്റർ. റേഡിയസ് 70 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നുള്ളത് വോളിയമാണ്. വോളിയം ഈക്വൽ ടു
1.54 മീറ്റർ ക്യൂബ് എന്നാണ് തന്നുള്ളത്. ഇത് സെൻറ്റിമീറ്റർ, ഇത് മീറ്റർ. അപ്പോൾ നമുക്ക് ഇതും കൂടി സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ മീറ്ററിലുള്ളതിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ അതുകൊണ്ട് മീറ്ററിലുള്ളതിനെ സെൻറ്റിമീറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ മീറ്റർ ക്യൂബാണ്. മീറ്റർ ക്യൂബിക് യൂണിറ്റ് ആണ്. 3 പ്രാവശ്യം അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണ പോലെയല്ല, മീറ്റർ ക്യൂബിനെ സെൻറ്റിമീറ്റർ ക്യൂബാക്കി മാറ്റണമെങ്കിൽ 3 ടൈംസ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ ക്യൂബ് ആയതുകൊണ്ട്. മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഏരിയ ആയിരുന്നെങ്കിൽ 2 പ്രാവശ്യം മീറ്റർ സ്ക്വയർ, അപ്പോൾ 2 പ്രാവശ്യം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ഇത് മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് മീറ്റർ ക്യൂബിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുക, 1.54 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100, അപ്പോഴാണ് അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ആവുക. മീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ് ആവണമെങ്കിൽ 3 പ്രാവശ്യം 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു, ഇനി എങ്ങനെ കിട്ടുക, ഈ പോയിന്റ് 2 പ്ലേസ് കൊണ്ട് നീങ്ങും ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്തായി മാറും, ഈ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 154 ആയി മാറും. 2 പ്ലേസ് ഇങ്ങോട്ട് നീങ്ങും. ഇനി 2 100 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ 4 0 ഉണ്ട്. അപ്പോൾ 4 0 ഇതിനിട്ട് കൊടുക്കണം. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ വോളിയം. അപ്പോൾ വോളിയം ഈക്വൽ ടു എന്താ കിട്ടിയത്, വോളിയം ഈക്വൽ ടു ഈ നമ്പർ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വോളിയം കാണാനുള്ള ഫോമുല നമുക്കറിയാം. ഇത് സിലിണ്ടറാണ്. വോളിയം കാണാനുള്ള ഫോമുല πr² ആണ്. πr² ആണ് വോളിയം കാണാനുള്ള ഫോമുല. അപ്പോൾ വോളിയം ഈക്വൽ ടു ദിസ് ആണെങ്കിൽ വോളിയം കാണാനുള്ള ഫോമുല എഴുതാം, ഈക്വൽ ടു എഴുതാം. ഇനി എന്താ ചെയ്യുക, ഇതിൽ നമുക്കറിയാവുന്ന വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ ആറിൻ്റെ വാല്യൂ അറിയാം, പൈയുടെ വാല്യൂ അറിയാം, എച്ചിൻ്റെ വാല്യൂ മാത്രമേ അറിയാത്തുള്ളൂ. ആ എച്ചാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പൈയുടെ വാല്യൂ എത്രയാണ്, നമ്മൾ 22/7. പൈയുടെ വാല്യൂ 22/7. ആർ എത്ര ഇവിടെ, റേഡിയസ് 70. അപ്പോൾ r² എന്ന് പറഞ്ഞാൽ 70 ഇൻറ്റു 70 ഇൻറ്റു എച്ച് ഈക്വൽ ടു 4. അപ്പം നമ്മൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ 7ഉം ഈ 70യും കൂടി കട്ട് ചെയ്യാം. 7 70ൽ 10 പ്രാവശ്യം പോകും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ആ 7 ഒഴിവായി കിട്ടും. ഇനി ബാക്കിയുള്ളത് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഈ എച്ച് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, എച്ച് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്കറിയാം. ഈ എച്ച് മാത്രം ഇവിടെ നിർത്തും. ഈ എച്ച് അല്ലേ ഹൈറ്റ്, എച്ച് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ എന്തുണ്ട്, ഇവിടെ 15,40,000 ഉണ്ട്. ഇവിടെ 15,40,000 ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് പോകുന്നതൊക്കെ ഡിവൈഡ് ആവും. ഇവിടെ 22 ഉണ്ട് ഇൻറ്റു 10 ഉണ്ട് ഇൻറ്റു 70 ഉണ്ട്. ഇവിടെ 22, 10, 70. അത് ഇവിടേക്ക് പോകുമ്പോൾ അത് ഡിനോമിനേറ്ററിൽ എഴുതും. ഇവിടെ എച്ച് മാത്രം ഇവിടെ നിർത്തും. ഇനി നമുക്ക് ഇതിൽ വെട്ടിക്കളയാം. ഇതിലെന്താ വെട്ടിക്കളയാനുള്ളത്, ഈ 0 ഒരു 0 വെട്ടി, ഇവിടുത്തെ ഒരു 0 വെട്ടി. ഇനി 7 കൊണ്ട് ഇതിനെ വെട്ടാം നമുക്ക്. 15ൽ 7 എത്ര പ്രാവശ്യം പോവും, 2 ടൈംസ് പോവും. അപ്പോൾ 14 ആവുള്ളൂ. ആ ഒരു 1 ഇങ്ങോട്ട് കൊടുത്താൽ ഇത് 14 ആയി. അപ്പോൾ 14ലും 2 ടൈംസ് പോവും. അപ്പോൾ 154ൽ 7 22 ടൈംസ് പോവും. പിന്നെ എത്ര 0 കൂടി ഉണ്ട്, 2 0 കൂടി ഉണ്ട്. അതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ 7 ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് 22, ഇതും 22, ഈ 22, ഈ 22. അപ്പോൾ 1 ടൈം. പിന്നെ എത്ര 0 ഉണ്ട്, 2 0. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക, 100 എന്നാണ് കിട്ടുക. ഈക്വൽ ടു ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോയി. ഇത് കട്ട് ചെയ്ത് പോയതാ കേട്ടോ. 100 ഇതൊക്കെ സെൻറ്റിമീറ്ററിലല്ലേ, സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ. എച്ച് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. നമ്മളോട് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ, ദെർഫോർ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് എത്രയാണ് കിട്ടിയത്, 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ മിൽക്ക് ടാങ്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. ഒരു മിൽക്ക് ടാങ്ക് സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള മിൽക്ക് ടാങ്കാണ്. ഹുസ് റേഡിയസ് 1.5 മീറ്റർ ആൻഡ് ലെങ്ത് 7 മീറ്റർ. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് എച്ച് 7 മീറ്ററും റേഡിയസ് 1.5 മീറ്ററുമാണ്. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ലിറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ടാങ്ക്. ആ ടാങ്കിൽ എത്ര മിൽക്ക് കൊള്ളും, അത് ഇൻ ലിറ്റേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ഉള്ളിൽ എത്ര ലിക്വിഡ് കൊള്ളും, അതായത് ആ ടാങ്കിൻ്റെ വോളിയാണ് കണ്ടത്.
നമ്മൾ സാധാരണ ലിക്വിഡൊക്കെ കൊള്ളണ ഇതിൽ നമ്മൾ ലിറ്റേഴ്സ് എഴുതുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്നാണ് പറയുക. കപ്പാസിറ്റിയും വോളിയം സെയിം തന്നെയാണ്. കപ്പാസിറ്റി ചോദിച്ചാലും വോളിയം തന്നെയാണ് കാണേണ്ടത്. വോളിയം കാണാനുള്ള ഫോമുല ഉപയോഗിച്ച് തന്നെ കപ്പാസിറ്റിയും കണ്ടു. വോളിയം കപ്പാസിറ്റി സെയിം ആണ്. ഇനി ലിറ്റേഴ്സിൽ ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ കപ്പാസിറ്റി എന്ന് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ റേഡിയസും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അതിൻ്റെ ടാങ്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്. ആ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് ആ സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം റേഡിയസ് R = 1.5 മീറ്റർ. പിന്നെ അതാണെന്നുള്ളത് H = 7 മീറ്റർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റി തന്നെ എഴുതാം. കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് πr²h വോളിയം തന്നെ ഈക്വൽ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു R എത്രയാ 1.5 അല്ലേ. 1.5 ഇൻറ്റു 1.5 സോറി 1.5 ഇൻറ്റു 1.5 ഇൻറ്റു H എത്ര 7 ഈക്വൽ ടു എന്താ കിട്ടുക, ഈ 7ഉം ഈ 7ഉം കട്ടായി. ഇനി എന്താ ഉള്ളത് 1.5 ഇൻറ്റു 1.5 നിങ്ങൾക്കറിയാം. 15 ഇൻറ്റു 15 എത്രയാണ് 225 ആണ്. 15² അപ്പോൾ 15 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 225 ആണ്. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇടുക. 225 15 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 225 ആണ്. പക്ഷേ ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് 2.25 ആണ് വരിക ആൻസർ. 1.5 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 2.25. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് 22 ഇൻറ്റു 2.25 ഉണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2.25 ഇൻറ്റു 22 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടാം 10 5 4. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അത് തന്നെ കിട്ടാം 0.594. ഇനി ഇത് പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ടല്ലോ. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഇടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക 49.5 എന്നാണ് കിട്ടുക. 49.5 എന്ത് കിട്ടും 49.5 50 സീറോയുടെ പോയിന്റ് കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞ് 0 ഇടണമെന്നില്ല. അപ്പോൾ 49.5 ഇതൊക്കെ മീറ്ററിലല്ലേ, മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുക ഇതിൻ്റെ കപ്പാസിറ്റി. 49.5 മീറ്റർ ക്യൂബാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അളവ് ഇനി ലിറ്റേഴ്സിലേക്ക് എഴുതണം. ലിറ്റർ ആക്കി മറ്റെന്താ ചെയ്യുക, നമ്മളിവിടെ നേരത്തെ പഠിച്ചു. നമ്മൾ എത്രയാ 1000 ലിറ്ററാണ്. 1000 ലിറ്ററാണ്. എത്ര മീറ്റർ ക്യൂബ് 1 മീറ്റർ ക്യൂബ്. സോറി മീറ്റർ ക്യൂബ് ഇവിടെ തന്നെ എഴുതി വയ്ക്കാം. 1000 ലിറ്റേഴ്സ് ഈക്വൽ ടു 1 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മൾ ലിറ്ററാക്കി മാറ്റുള്ളത്. 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബാണ്. അപ്പം ഇത്രയും മീറ്റർ ക്യൂബിനെ ലിറ്ററാക്കി മാറ്റണമെങ്കിൽ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അപ്പോൾ ഇത്രയും മീറ്റർ ക്യൂബിനെ ലിറ്ററാക്കി മാറ്റണമെങ്കിൽ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 49.5 ഇൻറ്റു 1000 ഈക്വൽ ടു എത്ര കിട്ടുക, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് നീങ്ങാൻ. ഇതിൽ 3 zeros ഉണ്ട് 1000-ൽ. അപ്പോൾ 3 പ്ലേസ് നീക്കണം നമ്മൾ. ഇവിടെ ഒരു പ്ലേസേ നീക്കാവുള്ളൂ. അപ്പോൾ 2 0 കൂടി ഇട്ട് കൊടുക്കണം. 49.5 അപ്പോൾ എത്ര കിട്ടാം 49,500. അത്രയും ലിറ്റർ. നമ്മളോട് ലിറ്ററിലാണ് മിൽക്ക് എത്ര സ്റ്റോർ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 49,500 ലിറ്റർ മിൽക്കാണ് ആ ടാങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്റർ ക്യൂബിലായിരിക്കും. ആ മീറ്റർ ക്യൂബിനെ നിങ്ങൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ലിറ്ററാക്കി മാറ്റിയാൽ മതി. അത്രേ ചെയ്യണ്ടു. മീറ്റർ ക്യൂബിൽ കിട്ടുന്ന ആൻസർ ഈസിയാണ്. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആൻസർ കിട്ടുമോ അപ്പോൾ ലിറ്ററിലേക്കായി മാറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഡബിൾഡ്. നമ്മളോട് എന്താ ക്യൂബിൻ്റെ എഡ്ജ് എത്ര സെൻറ്റിമീറ്റർ അളവുകളൊന്നും തന്നിട്ടില്ല. ക്യൂബിൻ്റെ അളവുകളൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ആ ക്യൂബിൻ്റെ ഒറിജിനൽ എഡ്ജ് എത്രയുണ്ടോ അതിൻ്റെ ഡബിൾ ആവണോ പിന്നെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹൗ മെനി ടൈംസ് ഇറ്റ് സർഫസ് ഏരിയ ഇൻക്രീസ്. അതായത് ആദ്യം ഇപ്പം നമ്മൾ എല്ലാണല്ലോ എഡ്ജ് എടുക്കാറ്. ആദ്യം ഒരു ക്യൂബിൻ്റെ എഡ്ജ് എല്ലാന്ന് എടുക്കുക. പിന്നെ അത് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയാ, പിന്നെ നമ്മളത് 2L എടുക്കും. ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2L എടുക്കും. ആദ്യം എഡ്ജ് എല്ലായിരുന്നു, പിന്നെ അത് 2L എടുത്തു. അപ്പം L ആവുമ്പോൾ എത്ര സർഫസ് ഏരിയ ഉണ്ട്, 2L ആവുമ്പോൾ എത്ര സർഫസ് ഏരിയ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ എടുക്കാം. ലെറ്റ്
the surface area, sorry, let the side of a cube equal to L centimeter എടുക്കാം. let the side of a cube L centimeter, side of a cube L centimeter. അപ്പം ന്യൂ എഡ്ജ് എത്രയാണ്? ന്യൂ സൈഡ് എത്രയാണ് കിട്ടുക? ന്യൂ സൈഡ് ഡബിൾ ചെയ്യാനല്ലേ പറഞ്ഞിട്ട്, അപ്പം 2L എന്ന് എടുക്കാം. ലെറ്റ് ദ ഒറിജിനൽ സൈഡ് എന്ന് കൊടുക്കുക ആദ്യം വേണമെങ്കിൽ. ലെറ്റ് ദ ഒറിജിനൽ സൈഡ് ഓഫ് എ ക്യൂബ് L എന്നെടുത്തു. പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ആ സൈഡ് ഡബിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂ സൈഡ് നമുക്ക് 2L എന്ന് എടുക്കാം, 2L സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഒറിജിനൽ എന്ത് കണ്ടുപിടിക്കണം? സർഫസ് ഏരിയ കാണണം. ഒറിജിനൽ സർഫസ് ഏരിയ ഈക്വൽ ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. ഒറിജിനൽ സർഫസ് ഏരിയ, അതായത് സൈഡ് L ആണെങ്കിൽ സർഫസ് ഏരിയ എത്രയാണ് നമുക്ക് വരിക? 6L². അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്യൂബിൻ്റെ ഒരു സൈഡ് L ആണെങ്കിൽ സർഫസ് ഏരിയ കാണാൻ 6L², അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഒറിജിനൽ സർഫസ് ഏരിയ സൈഡ് L ആയിരുന്നപ്പോൾ സർഫസ് ഏരിയ എത്രയാണ്? 6L². ഇനി ന്യൂ സർഫസ് ഏരിയ കണ്ടു നോക്കാം. ഈ സൈഡ് വെച്ചിട്ട് ന്യൂ സർഫസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? 6 ഇൻറ്റു സൈഡല്ലേ കൊടുക്കണം. 6L² എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു സൈഡിൻ്റെ സ്ക്വയർ. ഇവിടെ സൈഡ് L അല്ല 2L ആണ്. അപ്പോൾ 2Lൻ്റെ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടുക നമുക്ക്? 6 ഇൻറ്റു 2L² എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറും വേണം, Lൻ്റെ സ്ക്വയറും വേണം. അപ്പോൾ എത്ര കിട്ടുക? 4L² എന്നാണ് കിട്ടുക. 4L² എന്നാണ് കിട്ടുക. അപ്പോൾ 6 ഇൻറ്റു 4L² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇതിനെങ്ങനെ എഴുതാം? 24 അങ്ങനെ എഴുതുക. 24L² സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ന്യൂ സർഫസ് ഏരിയ. ഒറിജിനൽ സർഫസ് ഏരിയ എത്രയാണ്? 6L². അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സൈഡ് ആദ്യം L എടുത്തു, പിന്നെ സൈഡ് 2L എടുത്തു, സൈഡ് ഡബിൾ ചെയ്തു. അപ്പോൾ സർഫസ് ഏരിയ എനിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സർഫസ് ഏരിയ 6L² ആയിരുന്നു. ഇപ്പോഴത്തെ ഈ 2L എടുത്തപ്പോഴുള്ള സർഫസ് ഏരിയ 24L² ആണ്. അപ്പോൾ ഈ 6ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 6 ഇൻറ്റു 4 ആണ് 24. 6 ഇൻറ്റു 4 ആണ് 24. അപ്പോൾ സർഫസ് ഏരിയ എത്രയായി? 4 ടൈംസ് ആയി. ഒറിജിനൽ സർഫസ് ഏരിയയുടെ 4 ടൈംസ് ആയി ന്യൂ സർഫസ് ഏരിയ. നിങ്ങൾക്കത് മനസ്സിലായോ? സൈഡ് ഡബിൾ ആക്കിയപ്പോൾ സർഫസ് ഏരിയ 4 ടൈംസ് ആയി. 6 24 ആയി. 6L² 24L² ആയി. അപ്പം എന്താ നമ്മൾ എഴുതുക? അപ്പോൾ ദെർഫോർ സർഫസ് ഏരിയ എന്താ എഴുതി വയ്ക്കുക? സർഫസ് ഏരിയ വിൽ ഇൻക്രീസ് 4 ടൈംസ്. ദെർഫോർ when side is double, surface area will increase 4 times. 4 times. സൈഡ് ഡബിൾ ചെയ്തപ്പോൾ സർഫസ് ഏരിയ 6ൻ്റെ 4 ടൈംസ് ആണ് 24. 6 ഇൻറ്റു 4 ആണ് 24. അതായത് സർഫസ് ഏരിയ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. ഇനി ചോദിച്ചിട്ടുള്ളത് സൈഡ് ഡബിൾ ചെയ്യുമ്പോൾ വോളിയം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് അത് കണ്ടുപിടിക്കുക. ഒറിജിനൽ വോളിയം ആദ്യം കണ്ടുപിടിക്കുക. ഒറിജിനൽ വോളിയം ഈക്വൽ ടു സൈഡ് L ആണെങ്കിൽ വോളിയം എന്താണ്? L³ ആണ്. L³ സെൻറ്റിമീറ്റർ ക്യൂബ്. സൈഡ് L ആണെങ്കിൽ വോളിയം നമുക്കറിയാം L³ ആണ്. അപ്പം ന്യൂ വോളിയം എത്രയായിരിക്കും വരിക? ന്യൂ വോളിയം ഈക്വൽ ടു ന്യൂ സൈഡ് എത്രയാണ്? 2L അല്ലേ? ആദ്യത്തെ L ആയതുകൊണ്ടാണ് L³. രണ്ടാമത്തെ സൈഡ് 2L ആണ്. അപ്പോൾ 2L³ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബ് വേണം, Lൻ്റെ ക്യൂബ്. 2ൻ്റെ ക്യൂബ് എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 L³ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഒറിജിനൽ വോളിയം എത്രയാ? L³. ന്യൂ വോളിയം എത്രയാ? 8L³. അപ്പോൾ എത്ര ഡിഫറൻസ് വന്നു? 8 ടൈംസ്. ഇത് വെറും L³ ആണ്, ഇത് 8L³ ആണ്. അപ്പോൾ വോളിയം 8 ടൈംസ്
ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സൈഡ് ഡബിൾ ആവുമ്പോൾ സർഫസ് ഏരിയ 4 ടൈംസ് ഇൻക്രീസ് 4 ടൈംസ് ആവും, പിന്നെ വോളിയം 8 ടൈംസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കാം. therefore its volume will increase 8 times. അതായത് സൈഡ് ഡബിൾ ആകുമ്പോൾ വോളിയം എത്ര ടൈംസ് ആവും? 8 ടൈംസ് ഇൻക്രീസ് ആവും. ഇറ്റ്സ് വോളിയം വിൽ ഇൻക്രീസ് 8 ടൈംസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ടർ ഈസ് പ്യൂറിംഗ് ഇൻ ടു എ ക്യൂബോയിഡൽ റിസർവോയർ അറ്റ് ദ റേറ്റ് ഓഫ് 60 ലിറ്റർ പെർ മിനിറ്റ്. ആ റിസർവോയറിലേക്ക് നമ്മൾ 1 മിനിറ്റിൽ 60 ലിറ്റർ വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. 60 ലിറ്ററാണ് 1 മിനിറ്റിൽ ഒഴിക്കുന്നത് ആ റിസർവോയറിലേക്ക്. ഇഫ് ദ വോളിയം ഓഫ് ദ റിസർവോയർ ഈസ് 108 മീറ്റർ ക്യൂബ്. ആ റിസർവോയറിൻ്റെ വോളിയം ഇത്രയാണ്, അതിൽ ഇത്ര വെള്ളം കൊള്ളാം, ഇത്ര വെള്ളമാണ് അതിൽ കൊള്ളുക. അതിൽ നമ്മൾ 1 മിനിറ്റിൽ 60 ലിറ്റർ വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹവേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ടു ഫിൽ ദ റിസർവോയർ. ആ റിസർവോയറിന് അറിയാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വോളിയം അതിൽ ഇത്ര വെള്ളേ കൊള്ളുള്ളൂ, 108 മീറ്റർ ക്യൂബ് വെള്ളേ കൊള്ളുള്ളൂ. അപ്പോൾ 1 മിനിറ്റിൽ 60 ലിറ്റർ വെച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ വോളിയത്തിനെ 1 മിനിറ്റിൽ പോകുന്ന വെള്ളമായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ലിറ്ററിൽ, ഇത് മീറ്റർ ക്യൂബിലാണ് കിടക്കണം. രണ്ടും ഒരേ അളവിലേക്ക് ആക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മീറ്റർ ക്യൂബിനെ നേരത്തെ ചെയ്തു, നമ്മൾ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ വേണ്ടി ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലാണ് ഇത് ലിറ്റർ ആവുക. അപ്പോൾ ഇത് 2 ലിറ്റർ ആയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എന്താ വോളിയം ഓഫ് റിസർവോയർ, വോളിയം ഓഫ് റിസർവോയറിൻ്റെ വോളിയം എത്ര കിട്ടിയ 108 മീറ്റർ ക്യൂബ്. അതിനെ നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ലിറ്റർ ആക്കണം. അപ്പോൾ 108നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ലിറ്ററായി മാറും. അപ്പോൾ എത്ര കിട്ടുക? 8 1,08,000. 1,08,000 ആണ് അത്രയും ലിറ്ററിന് കിട്ടും. ഇതും ലിറ്ററാണ്, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിറ്ററായി മാറും. ഇത്രയും ലിറ്ററാണ് ആ റിസർവോയറിൽ ആകെ കൊള്ളുന്നത്. ഇനി 1 മിനിറ്റിൽ എത്ര വെള്ളമാണ് അവിടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്? വാട്ടർ പോർഡ് പെർ മിനിറ്റ്, വാട്ടർ പെർ മിനിറ്റ്. 1 മിനിറ്റിൽ എത്ര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും? 60 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കും. 1 മിനിറ്റിൽ 60 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ടൈം ടേക്കൺ ടു ഫിൽ, therefore time taken to fill the reservoir equal to volume of reservoir divided by water poured by reservoir. Volume of reservoir 1,08,000 divided by water poured per minute 60 ആണ്, 60 ലിറ്റർ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു 6 കൊണ്ട് 608 10ൽ 6 1 ടൈം പോവും, റിമൈൻഡർ 4 ഉണ്ട്, 48 8 ടൈംസ്, പിന്നെ എത്ര 0 ഇട്ട് കൊടുക്കണം? 2 0. അപ്പോൾ അത് വെട്ടി. അപ്പോൾ ഇത്രയും കിട്ടുക നമുക്ക് 18 അത്രയും മിനിറ്റ് എന്നാണ് കിട്ടുക. ഇത്രയും മിനിറ്റ് വേണം ആ റിസർവോയർ എന്നറിയാം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. നമ്മൾ സാധാരണ മിനിറ്റിൽ പറയൽ ഇതിനെ ഹവറിലേക്ക് ആക്കി മാറ്റാം. മിനിറ്റിനെ ഹവറാക്കി മാറ്റാൻ എന്താ ചെയ്യുക? 60 മിനിറ്റാണ് 1 അവർ. അപ്പോൾ മിനിറ്റിനെ ഹവറാക്കി മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 ഡിവൈഡഡ് ബൈ 60 അവർ. ഹവറാക്കി മാറ്റാൻ ആൻസർ ഈക്വൽ ടു ഈ 0 0 വെട്ടി 18ൽ 6 3 ടൈംസ് ഒരു 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 30 hours. 30 hours എന്ന് കിട്ടും. അപ്പം ടൈം ടേക്കൺ ടു ഫിൽ ദ റിസർവോയർ എത്ര അവറാണ് കിട്ടുക? 30 hours. 30 മണിക്കൂർ കൊണ്ടാണ് ആ റിസർവോയർ എന്നറിയാം. അപ്പോൾ ആ റിസർവോയറിൻ്റെ ആകെ വോളിയത്തിനെ 1 മിനിറ്റിൽ ആ റിസർവോയറിലേക്ക് വന്ന് വീണ വെള്ളം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോളിയം ഓഫ് ദ റിസർവോയറിനെ വാട്ടർ പ്രോഡ് പെർ 1 മിനിറ്റ് കൊണ്ടായാൽ എത്ര സമയം കൊണ്ട് ആ റിസർവോയറിന് അറിയുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക് യു ചിൽഡ്രൻ. ഈ ചാപ്റ്റർ നമ്മുടെ അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം.